Happy birthday to me. Happy birthday to me. I should be singing. Happy birthday, dear Shaidi. Happy birthday to you. I love you. I love you too. 28. Shahid is 28. Now get a big reveal of face. Yay! Happy birthday. Thank you. Do you know something? നമ്മളിപ്പോ സമപ്രായക്കാരായി. ഫൈനലി. സമ്മാനൊന്നും വേണ്ട? വേണ്ട? വേണ്ടല്ലേ? വേണ്ടല്ലേ? Okay, are you ready? Oh yes. Nice. ഞാൻ സ്വർണം. പിന്നെ നീ ഇല്ലാത്ത കള്ളന്മാരെയും കൂടി വീട്ടിലോട്ട് വിളിച്ച് കയറ്റി. എന്താ പറഞ്ഞില്ല? എന്റെ ബർത്ത്ഡേ അപ്പൊ ഞാൻ നോക്കും. Oh, 28 out of many reasons. I would not have guessed. Okay, tell me 3 things you want to achieve this year. It can be anything. Yeah, 3 things I want to achieve. So I want to do this. So I want us to go for shopping, and when we see the very high-end shops, we should be able to enter that. I mean, now we don't enter very high-end shops, right? At all. Yes, we are scared of We are scared very high-end shops. entering it, like Aldo or something like very high-end shops. We don't even enter to it. So I want this year to be the year that we earn so much that we are able to enter those shops. Then I like us to move abroad if it's possible. The one thing I really want to do is travel this year. I think we haven't traveled much in last 1 year, but hopefully we get to travel this year. That's something I'm very looking forward to. Personally, there are like I want to do better work. I want to move on, and there are lots of things like that. But very exciting year. Looking forward to so many things. Inshallah. So yeah, that's it. Are you happy? I'm very happy. Yes, I got lots of gift. You I didn't have get you. a cake yet. You That's didn't okay. get a cake, no? That's അത് നമ്മൾ നാളെ എടുക്കും. നാളെ ഞാൻ പറയും. സോ ഇന്ന് രാത്രി ഞങ്ങൾ ആക്ച്വലി സെലിബ്രേഷൻ കാര്യങ്ങളൊന്നും ഇന്ന് ചെയ്യുന്നില്ല. സാധാരണ നമ്മളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഞാനും ഷാഹിദും മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കേക്കൊക്കെ മുറിച്ച് അങ്ങനെയാണ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നി. ഷാഹിദിന് സർപ്രൈസ് പാർട്ടി ഒന്നുമല്ല, ഷാഹിദിന് ഓൾറെഡി അറിയാം. അവൻ്റെ ഓഫീസ് ടൈമും വർക്കിൻ്റെ ടൈമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാളെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ ഫാമിലി തന്നെ, മാടാടി, ഫാദുക്ക, അങ്ങനെ കുറച്ച് പേരൊക്കെ വരും. അപ്പോൾ കേക്ക് മുറിക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ രാത്രി 12 ആയിടാം. അപ്പോൾ അതാണ് നമ്മളുടെ പ്രധാന പരിപാടികൾ. ഇതാണ് നമ്മളുടെ ലൊക്കേഷൻ.
ഫാസിൽ ഖാൻ്റെ വീടിൻ്റെ മേലെയാണ് നമ്മൾ ചെയ്യണത്. സോ ഞങ്ങൾ കയറി വരുമ്പോൾ ടെറസിൻ്റെ പോലെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നല്ല പണിയുണ്ടായിരുന്നു. ഡാഡിയാണ് മെയിനായിട്ട് ക്ലീൻ ചെയ്ത് തന്നത്. അപ്പോൾ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് ഈ ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഫിനിഷ്ഡ് നമ്മുടെ ഡെക്കറേഷൻ ലുക്ക്. അപ്പോൾ അത് കുറച്ച് നേരം 2 മണിക്കൂറത്തെ പണി ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ഫുൾ ക്ലീൻ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. ഷാഹിദ് മാത്രം സ്ഥലം കണ്ടിട്ടില്ല. ഷാഹിദ് താഴെ ഉണ്ട്. നമുക്ക് ഷാഹിദിൻ്റെ അടുത്ത് പോകാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. സോ ഷാഹിദേ, what do you feel? എനിക്ക് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നുമില്ല. എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ഉള്ളൂ. ഒരു മാറ്റമില്ല. നിനക്കൊരു വയസ്സ് കൂടി ഇല്ല, ഒരു മാറ്റമില്ല. അംഗീകരിക്കുന്നില്ല. ഷോ, ഇത്ര നേരം ഞാൻ മേലെ ഡെക്കറേഷനിലായിരുന്നു. ഷാഹിദ് കണ്ടിട്ടില്ല. ഷാഹിദിന് സർപ്രൈസ്. But he knows that we have decorated place. He knows that he has a cake. Still, you have to act surprised. Okay? Oh yes. So yes, ഞങ്ങൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു. പ്ലേസ് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഡെക്കറേഷൻ്റെ പ്രൊപ്രിയേറ്റർ കം ഹെഡ് ചീഫ് ഓഫ് ഡിസൈൻ എസ് മിസ്റ്റർ നസർ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ സനിത നസർ. ഇമോഷണൽ സപ്പോർട്ട് ശ്രീ രൂപ ചൗധരി. ഇന്നത്തെ എൻ്റെ മെയിൻ അസി ആണ് നിൽക്കുന്നത്. എല്ലാ പ്ലാനിങ്ങിലും ഇന്ന് അവളുടെ മെഡിറ്റേഷൻ എനിക്ക് വേണ്ടി സ്കിപ്പ് ചെയ്തു അല്ലേ? അവളുടെ വാഷിങ്ങും കുളിയും എനിക്ക് വേണ്ടി സ്കിപ്പ് ചെയ്തു. അതെനിക്ക് വേണ്ടിയല്ല, ജനറലി സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ പാവം കുറെ പണിയെടുത്തു. എൻ്റെ കൂടെ കുറെ അലഞ്ഞു. ഏതെങ്കിലും ഒരു മിനിറ്റ് അർജുനേ, Who is playing the music? വന്നേ. അതൊക്കെ അല്ല, കാൻഡിൽ സ്പോൺസർഷിപ്പ് ഷിൻസി. യെസ് സർ. അങ്ങനെ നമ്മള് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാണ്. അല്ല, എല്ലാരും ക്ലോസ് ആയി വന്നേക്ക്. എവിടെ? റെഡി? മേക്ക് എ വിഷ്. ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അത് വീഡിയോയിൽ കിട്ടില്ല. പറ്റിയ ഡേ ടു യു. നല്ല രസമുണ്ട്. വന്നെടുക്കും.
ഹാപ്പി ഫാസിൽസ് റൈറ്റ് ഫാസിൽ ഖാന്റെ ഗിഫ്റ്റ് അല്ലേ ഇത്? കേട്ടിക്കൊടുക്കേ അതഴിച്ചോ. ഫാസിൽക്കൊക്കെ എന്തെങ്കിലും മെസ്സേജ്? താങ്ക് യു സോ മച്ച്. ഭയങ്കര ഇഷ്ടമായി. This is very nice. You want to change now? ഈ അസലബ നിമിഷത്തിൽ എന്താണ് ഷൈദയെ പറയാനുള്ളത്? വെരി ഹാപ്പി. വെരി ഹാപ്പി. പ്രതീക്ഷയ്ക്ക് ഒത്തു വന്നോ? ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. നീ എന്താ പ്രതീക്ഷിച്ച്? ഞാൻ കേക്ക്. ഹാപ്പി? വലിയ പാക്കറ്റാണ്. ബർത്ത്ഡേ കുട്ടി ഫുഡും കാത്ത് നിൽക്കാണ്. സോ നമ്മൾ ഫീഡിങ് സെഷനിലേക്ക് ഷാഹിദിനെ കുറിച്ച് 2 വാക്ക് പറയൂ. ഷാഹിദ് ഞാൻ അപ്പുറത്ത് പോയി വരും, എന്നിട്ട് ഞാൻ പറയാം. ഷാഹിദ് അപ്പുറത്ത് പോയി. ഫുഡ് എങ്ങനെയുണ്ട്? ആസ് യൂഷ്വൽ നല്ലതാണോ? ഐഷുമോൾ, ഹൗ ഇസ് ദ ഫുഡ് ഓഫ് ദി ഇന്ത്യ? നൈസ്. അർജുനെ? അടിപൊളിയല്ലേ? അക്ഷയ? വിജയ് ബ്രോ എപ്പിടി ഇருக்கு ഫുഡ്? സൂപ്പർ. അതങ്ങനെ ഒന്ന് മഴ പെയ്യുണ്ടോ? തുള്ളുന്നുണ്ട് ചെറുതായിട്ട്. കഴിക്കില്ല നീ? യെസ് ഡാ, ഞാൻ എടുക്കാം. എനിക്ക് സ്പെഷ്യൽ ടേബിൾ ഒക്കെ വേണം. വെള്ളം എടുത്താ? ടേബിൾ എടുത്തില്ല, വെള്ളം വെച്ചാൽ മതി. ആ വെള്ളം വെള്ളം. എന്താ ഫുൾ ഷാഹിദിന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആണ്. സോ ബിബിമൻ ഹാപ്പി അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ പാർട്ടി? കുറെ ലൈറ്റ്സ്, കുറെ പേര്, നല്ല ഫുഡ്, ലാസ്റ്റ് ഗെയിംസ് കളിച്ച്. ഇങ്ങനെ ഇന്നലെ നിങ്ങളുടെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ആക്ച്വലി നേരത്തെ കഴിഞ്ഞു. സാധാരണ അവിടുത്തെ ഒരു ബർത്ത്ഡേ പാർട്ടി നമ്മൾ 2 മണി വരെയൊക്കെ പോകുന്നതാണ്. ഇന്നലെ മഴയൊക്കെ പെയ്തതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു 12 മണി 12:30 ആയപ്പോഴേക്കും പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീടെത്തി. സോ ഷാഹിദിൻ്റെ ബർത്ത്ഡേക്ക് ആക്ച്വലി എല്ലാവരും കൂടിയിട്ടുള്ളൊരു പാർട്ടി ആദ്യമായിട്ടാണ്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പാർട്ടി ആയിട്ട് വെക്കണം എന്ന്. ഒരു ഇൻട്രോവേർട്ട് ആയിരുന്ന ഷാഹിദ് ഇന്നലെ ഫുൾ ആക്റ്റീവ്, ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. സോ യാ, വി ഹാഡ് ഫൺ. അപ്പോൾ പിന്നെ സ്പെഷ്യൽ മെൻഷൻ ടു ഡാഡി, ഐഷു, അക്ഷയ്, മിഥുൻ, അർജുൻ, പിന്നെ ആരാണ്? വിജയ് ബ്രോ. അല്ല, ഇത് എന്താ പറയുക നമ്മൾ
ടെറസ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. കാരണം നല്ല കുറേ സാധനങ്ങളായിട്ട് കച്ചറായിരുന്നു ടെറസിൽ. നിങ്ങൾ കണ്ടല്ലോ, ഫുൾ ക്ലീൻ ആക്കൽ ഡാഡി ആയിരുന്നു മെയിൻ പരിപാടി. പിന്നെ ബാക്കി ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഓർഗനൈസിങ് കാര്യങ്ങൾ. കുറച്ച് കഴിഞ്ഞ് അക്ഷയ് വന്ന ശേഷം നമ്മൾ ലൈറ്റ് ഇടൽ, അർജുനും ഇതിനൊക്കെ വന്നിട്ട് നമ്മൾ ബാനർ കെട്ടില്ല, അങ്ങനെ ബാക്കി പരിപാടികളൊക്കെ തീർന്നു. വിജയ് ബ്രോ സ്റ്റാർട്ടിങ് മുതലുണ്ടായിരുന്നു. പിന്നെ ഉമ്മയാണ് ഫുൾ ഫുഡിൻ്റെ കൺട്രോൾ. ഫുൾ ഫുഡ് ഉമ്മാൻ്റെ കയ്യിൽ. നല്ല ഭക്ഷണമായിരുന്നു അല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. ഞങ്ങൾ കേക്ക് അക്ഷയാണ് സ്പോൺസർ ചെയ്തത്. അക്ഷയൻ്റെ സ്പോൺസർഷിപ്പാണ് കേക്ക്. സോ ഇങ്ങനെ കേക്കും ഒക്കെ നല്ല കേക്കും ആയിരുന്നു. ആക്ച്വലി എനിക്കിഷ്ടമായി. ആക്ച്വലി എനിക്ക് കുറേ ചോക്ലേറ്റ്സ് തന്നു. എനിക്ക് ഇഷ്ടമായി. ഷാഹിദിനാണ് കൊടുത്തത്. പക്ഷെ ഷാഹിദ് അധികം ചോക്ലേറ്റ് കഴിക്കും, ഞാൻ എനിക്ക് ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഷാഹിദിൻ്റെ ബർത്ത്ഡേ കണ്ടന്റ്. ഇനി ഷാഹിദ് ബാക്ക് ടു നോർമലായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം. എല്ലാവരും ഷാഹിദിനോട് ഹാപ്പി ബർത്ത്ഡേ പറയൂ. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യൂ. ആൻഡ് ഇഫ് നോട്ട് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, എൻ്റെ ചാനൽ കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. ഞങ്ങൾ വേറൊരു വ്ളോഗുമായിട്ട് ഉടനെ വരാം. ബൈ ബൈ. ഷാഹിദേ Yes, bye bye. Bye bye. ബൈ ബൈ.